അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, പുള്ളിയെ നമ്മൾ ബോധ്യപ്പെടുത്താനായി ഒരു കാര്യം ബോധ്യപ്പെടുത്താനായി നമ്മളെ വിഷമിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താണ് ഈ കഥ അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും അവിടെ തൻ്റെ പ്രസൻസ് എന്തായിരിക്കണമെന്നുള്ളതും ഒറ്റ റീഡിങ്ങിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. വിലായത്ത് ബുദ്ധയുടെ തിരക്കഥ ഞാനിരുന്ന് വായിച്ചു കൊടുക്കുകയോ ഒന്നുമേ ചെയ്തില്ല. തിരക്കഥ മെയിലിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് വായിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറിയാം ഇതിൽ അഭിനയിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ശരിയായോ ഇതായോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരിതാണ്. അതിലാവശ്യമില്ലാത്ത കൈകടത്തലുകൾ നടത്തി സ്വന്തം കഥാപാത്രത്തിന് മികവ് കൂടണമെന്നോ മറ്റു താരങ്ങളുടെ പെർഫോമൻസിൻ്റെ മേലെ ആയിരിക്കണമെന്നോ തൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്നോ, അല്ലെങ്കിൽ ആ സീനിൻ്റെ അകത്ത് അതിൻ്റെ പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ സത്ത എന്നിലൂടെ ആയിരിക്കണം ഇത് ചെയ്യണമെന്നോ എന്നുള്ള ഒരു തരത്തിലുള്ള ഇതും ഇല്ല.